രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര്? എ. ജെയിംസ് രണ്ടാമൻ, ബി. ഹെൻറി, സി. ചാൾസ്, ഡി. വില്യം ഒന്നാമൻ. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര്? ഉത്തരം സി. ചാൾസ്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ചാൾസ് ആണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏത്? എ. അഹമ്മദാബാദ്, ബി. ബോംബെ, സി. മദ്രാസ്, ഡി. സൂറത്ത്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏത്? ഉത്തരം ഡി. സൂറത്ത്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂറത്താണ് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? എ. കിഴക്കേ ആഫ്രിക്ക, ബി. പടിഞ്ഞാറേ ആഫ്രിക്ക, സി. ഇന്തോനേഷ്യ, ഡി. മലേഷ്യ. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ഉത്തരം സി. ഇന്തോനേഷ്യ. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? എ. ബീഗം ഹസ്രത്ത് മഹൽ, ബി. റാണി ലക്ഷ്മിബായ്, സി. നാനാ സാഹിബ്, ഡി. താന്തിയോത്തോപ്പി. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ഉത്തരം എ. ബീഗം ഹസ്രത്ത് മഹൽ. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് 1857 ലക്നൌവിൽ നടന്ന ശിപ്പായി ലഹള കലാപത്തെ നയിച്ചത്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി എവിടെയായിരുന്നു? എ. ബംഗ്ലാദേശ്, ബി. ഇന്ത്യ, സി. ചൈന, ഡി. ദുബായ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി എവിടെയായിരുന്നു? ഉത്തരം ഡി. ദുബായ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ 2021 വേദി ദുബായിലായിരുന്നു 2021 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്? എ. ഫോം ലൈൻ, ബി. സ്പോട്ട് ഹൈറ്റ്, സി. ബെഞ്ച് മാർക്ക്, ഡി. കോണ്ടൂർ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്? ഉത്തരം ഡി. കോണ്ടൂർ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ. ലോക്ടക് തടാകം ഏത് സംസ്ഥാനത്താണ്? എ. കേരളം, ബി. മണിപ്പൂർ, സി. ഉത്തരാഖണ്ഡ്, ഡി. രാജസ്ഥാൻ. ലോക്ടക് തടാകം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബി. മണിപ്പൂർ. ലോക്ടക് തടാകം മണിപ്പൂരിലാണ്. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ്? എ. ലൂ, ബി. കാൽബൈശാഖി, സി. എൽ നിനോ, ഡി. ചീര. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ്? ഉത്തരം എ. ലൂ. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ് ലൂ ആണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? എ. നെയ്വേലി, ബി. ജാറിയ, സി. കുൾട്ടി, ഡി. ദുർഗ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഉത്തരം ബി. ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ഉത്തരം ബി. ജാറിയ.
സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? എ. ഇൻസ്പിരേഷൻ 4, ബി. ഇൻസ്പിരേഷൻ 3, സി. ഇൻസ്പിരേഷൻ 2, ഡി. ഇൻസ്പിരേഷൻ 1. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം എ. ഇൻസ്പിരേഷൻ 4. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് ഇൻസ്പിരേഷൻ 4. ഇൻസ്പിരേഷൻ 4 ആണ് സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എൻ. എ. പാൽക്കിവാല വിശേഷിപ്പിച്ചത്? എ. മൗലികാവകാശങ്ങൾ, ബി. ആമുഖം, സി. നിർദ്ദേശക തത്വങ്ങൾ, ഡി. മൗലിക കടമകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എൻ. എ. പാൽക്കിവാല വിശേഷിപ്പിച്ചത്? ഉത്തരം ബി. ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എൻ. എ. പാൽക്കിവാല വിശേഷിപ്പിച്ചത്? ഉത്തരം ബി. ആമുഖം. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? എ. സർക്കാരിയ കമ്മീഷൻ, ബി. മണ്ഡൽ കമ്മീഷൻ, സി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഡി. പി. കെ. തുംഗൻ കമ്മിറ്റി. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? ഉത്തരം ഡി. പി. കെ. തുംഗൻ കമ്മിറ്റി. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഉത്തരം ബി. പി. കെ. തുംഗൻ കമ്മിറ്റി. പി. കെ. തുംഗൻ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? എ. ആർട്ടിക്കിൾ 226, ബി. ആർട്ടിക്കിൾ 17, സി. ആർട്ടിക്കിൾ 32, ഡി. ആർട്ടിക്കിൾ 368. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? ഉത്തരം സി. ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം 32. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? എ. അയർലൻഡ്, ബി. ബ്രിട്ടൻ, സി. കാനഡ, ഡി. ഓസ്ട്രേലിയ. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ഉത്തരം ബി. ബ്രിട്ടൻ. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ബ്രിട്ടനിൽ നിന്ന് രൂപം കൊണ്ടതാണ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? എ. ജസ്റ്റിസ് ബി. ആർ. ഗവി, ബി. ജസ്റ്റിസ് എൻ. വി. രമണ, സി. ജസ്റ്റിസ് അൽമാട്ടാസ് കബീർ, ഡി. ജസ്റ്റിസ് എച്ച്. ജെ. കനിയ. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ജസ്റ്റിസ് ബി. ആർ. ഗവി. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി. ആർ. ഗവിയാണ്. 2021 സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എൻ. വി. രമണയായിരുന്നു. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം? എ. പാട്ടം വിളംബരം, ബി. രാജകീയ വിളംബരം, സി. കുടിയായ്മ നിയമം, ഡി. 5-ാം നമ്പർ റെഗുലേഷൻ. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം? ഉത്തരം എ. പാട്ടം വിളംബരം. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം പാട്ടം വിളംബരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്? എ. മുഖ്യമന്ത്രി, ബി. പ്രധാനമന്ത്രി, സി. റവന്യൂ മന്ത്രി, ഡി. ആരോഗ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്?
ഉത്തരം സി. റവന്യൂ മന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി എന്ത്? എ. ഓപ്പറേഷൻ വാത്സല്യ, ബി. നിർഭയ, സി. ഓപ്പറേഷൻ വിജയ്, ഡി. പിങ്ക് പോലീസ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി എന്ത്? ഉത്തരം എ. ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. ഓപ്പറേഷൻ വാത്സല്യാണ് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത്? എ. കരൾ, ബി. പാൻക്രിയാസ്, സി. പിറ്റ്യൂട്ടറി, ഡി. പൈനിയൽ. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം ബി. പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്.